അതേസമയം യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ബിജെപി നേതാവ് കൂടിയായ നടൻ സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു. കേരയിൽ വരുമെന്ന് പറയുന്നത് പോലെയാകില്ല അത് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ, അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടാ എന്ന് പറഞ്ഞതുപോലെ അല്ല, വന്നിരിക്കും. ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും, കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും. ആ വിഭാഗത്തിനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടാവുന്നത്. അവിടെ പിന്നെ സ്ത്രീകൾക്കായി പോയി എന്നും പറഞ്ഞ് ഒരുത്തനും വന്നേക്കരുത് മുന്നോട്ട്. അതേസമയം ബി.ജെ.പി. നേതാക്കളുടെ വാക്കുകളേറെ വിവാദമാകാനിടയുള്ളത് എന്ന് കേരളത്തിലാണ്. വിഷയത്തിൽ ആദ്യ പ്രതികരണവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെങ്കിൽ ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ വരേണ്ടേ എന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം. വർഗീയ